ഞാൻ ഒരു ടീച്ചറല്ല, ഞാനൊരു സൈക്കോസോഷ്യൽ കൗൺസിലറാണ്. പക്ഷേ എന്നെ പ്രിൻസിപ്പൽ ഈ ജോലി ഏൽപ്പിച്ചപ്പോൾ ഞാൻ ആദ്യം ടീച്ചേഴ്സിൻ്റെ നടുവിലല്ലേ എന്ന് വെച്ചു. പക്ഷേ എനിവേ എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു സെഷനാണ്. എൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് സാറും വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം മെജോറിറ്റി കുട്ടികളെ നോക്കിയാൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞിട്ട് തട്ടി വിടുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി അവിടെ കുറയാണ്. കാരണം ഒരു കുട്ടി പഠിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത്, അക്ഷരം അറിയില്ല, അല്ലെങ്കിൽ അവൻ എഡ്യൂക്കേഷണലി അവൻ എന്തൊക്കെയോ കുഴപ്പം കണ്ട്. പക്ഷേ ഇപ്പോൾ സാറ് ഇത്രയും വ്യക്തമായി പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മറ്റെന്തൊക്കെയോ കഴിവുകളുണ്ട്, അത് നമുക്ക് കണ്ടെത്താനും അത് കൊടുക്കാനുള്ള അവസരം സത്യം പറഞ്ഞാൽ സ്കൂളുകളിൽ ഇല്ല എന്നുള്ളതാണ്. ഈ വർഷത്തെയൊക്കെ സ്ക്രൈബിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും മനസ്സിലാവും 10-40 കുട്ടികളാണ് ഇത്തരത്തിൽ BRCകളിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനൊരു കാര്യം സ്കൂളിലേക്ക് വരുവാണെങ്കിൽ 100% നമ്മുടെ കുട്ടികൾ എത്തേണ്ടടുത്തായിരിക്കും എത്തുന്നത്. എനിക്ക് എന്തായാലും ഇന്നത്തെ ഒരു സെഷൻ എൻ്റെ കുട്ടികൾക്ക്, എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾക്ക് കൂടുതൽ ഗുണകരമാവുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം തന്നെ നമുക്കൊരു സൈക്കോമെട്രിക് അസസ്മെൻറ്റ് BRCകളിൽ ചെയ്തിരുന്നു. അതിൽ ഞാൻ തന്നെയായിരുന്നു പാരൻസിനും കുട്ടികൾക്കും കൗൺസിലിംഗ് കൊടുത്തിരുന്നത്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിരുന്നു, പക്ഷേ അതൊരു ടൈംലി ആയിരുന്നു, കുറച്ച് കുട്ടികൾക്ക് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിവേ ഈ ഒരു പ്രോഗ്രാം സ്കൂളിലേക്ക് വരുവാണെങ്കിൽ 100% അത് കുട്ടികൾക്ക് നമ്മുടെ എന്താ പറയുക ഇനി വരുന്ന അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം മാറ്റം വരുത്താൻ പറ്റുമെന്ന് തോന്നുന്നു. താങ്ക് യു.